റിപ്പോർട്ടർ പുറത്തുവിട്ടൊരു വാർത്തയായിരുന്നു VC പ്രവീണിന്റെ എയ്ഡഡ് കൊള്ള. ആ വാർത്തയിൽ വളരെ പെട്ടെന്നാണ് നടപടികൾ ഇപ്പോൾ ഉണ്ടാകുന്നത്. തൃശ്ശൂരിലെ എയ്ഡഡ് കൊള്ളയിൽ വിദ്യാഭ്യാസ വകുപ്പ് മറ്റൊരു നടപടിയുമായി എത്തിയിരിക്കുന്നു. കൂരിക്കുഴി, മച്ചാട്, പള്ളിക്കൽ ഈ 3 സ്കൂളുകളുടെ മാനേജർ സ്ഥാനത്താണ് VC പ്രവീൺ ഇപ്പോഴും തുടർന്നിരുന്നത്. ഈ മാനേജർ സ്ഥാനത്ത് നിന്നും VC പ്രവീണിനെ അയോഗ്യനാക്കി. സ്കൂളുകൾ ഇനി സർക്കാർ ഏറ്റെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. റിപ്പോർട്ടർ വാർത്ത പരാമർശിച്ച് തൃശ്ശൂർ DDE ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുന്നു. റിപ്പോർട്ടർ SIT ബിഗ് ഇംപാക്ട്. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, ഒടുവിൽ അത് ഫലം കണ്ടു. മാനേജർ സ്ഥാനത്ത് നിന്നും VC പ്രവീണിനെ മാറ്റി. നിരവധി കേസുകളിൽ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പരാതികൾ ശരിയാണെന്ന് പോലീസിന് ബോധ്യമായി, വിദ്യാഭ്യാസ വകുപ്പിന് ബോധ്യമായി. 3 സ്കൂളുകളുടെയും മാനേജർ തസ്തികയിൽ നിന്ന് VC പ്രവീണിനെ നീക്കിയിരിക്കുന്നു. ഇനി ഈ സ്കൂളുകൾ സർക്കാർ ഏറ്റെടുക്കാൻ പോവുകയാണ് അല്ലേ TV പ്രസാദ്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? മോർണിംഗ്. അതെ അരുൺ സർ, വിദ്യാഭ്യാസ വകുപ്പിന് നിൽക്കക്കള്ളി ഇല്ലാതായപ്പോഴാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് കടന്നത്. യഥാർത്ഥത്തിൽ അന്ന് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിയമപരമായ നടപടിയായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിലുള്ള നടപടി ഇതാണ്. അതായത് 2009 മുതൽ നിരവധി അധ്യാപകരെ ലക്ഷങ്ങൾ വാങ്ങി പറ്റിച്ച് വർഷങ്ങളോളം പണിയെടുപ്പിച്ച് 1 രൂപ ശമ്പളം കൊടുക്കാതെ പറ്റിച്ച ഒരാൾ, അയാളുടെ മാനേജർഷിപ്പാണ് പുറത്താവുന്നത്. അതുപോലെ തന്നെ സർക്കാരിനെ പറ്റിക്കുകയായിരുന്നു ഇത്രയും കാലം. 221 ഇല്ലാത്ത കുട്ടികളെയാണ് കൂരിക്കുഴി, മച്ചാട്, പള്ളിക്കൽ സ്കൂളുകളിലായി ഇദ്ദേഹം കയറ്റിയത്. അത് പിടികൂടി. പക്ഷേ അങ്ങനെ പിടികൂടിയിട്ടും VC പ്രവീണിനെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം കുട്ടികൾക്ക് കിട്ടേണ്ട യൂണിഫോം, ഉച്ചഭക്ഷണം, സ്കോളർഷിപ്പ് തുടങ്ങിയ സകല ആനുകൂല്യങ്ങളും മുടക്കുന്ന രീതിയിലേക്ക് ഈ VC പ്രവീൺ മാറി. സർക്കാരിനെതിരെയും അവിടുത്തെ അധ്യാപകർക്കെതിരെയുമായി ആകെ 106 തവണയാണ് VC പ്രവീൺ ഹൈക്കോടതിയെ സമീപിച്ചത്. കാരണം ഇത്രയും അധ്യാപകരിൽ നിന്ന് കിട്ടിയ ലക്ഷങ്ങൾ ഉപയോഗിച്ചായിരുന്നു VC പ്രവീൺ ഈ സാമ്രാജ്യമെല്ലാം കെട്ടിപ്പടുത്തത്. ഏറ്റവും അവസാനം 2024 റിപ്പോർട്ടർ എയ്ഡഡ് കൊള്ള എന്ന പരമ്പരയിലൂടെ VC പ്രവീണിനെ അക്ഷരാർത്ഥത്തിൽ തുറന്നു കാട്ടുകയായിരുന്നു. ഇന്നിപ്പോൾ ഈ ഇമ്പാക്റ്റ് വാർത്തയടക്കം 14ാമത്തെ വാർത്തയാണ് ഈ പരമ്പരയിൽ നമ്മൾ കൊടുക്കുന്നത്. ആദ്യത്തെ വാർത്ത 114 അധ്യാപകരെ പണം വാങ്ങി പറ്റിച്ചു എന്നായിരുന്നു. അത് അധ്യാപകർ തന്നെ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് തുറന്നു പറയുന്ന ഒരു സ്ഥിതിയുണ്ടായി. പിന്നീട് അങ്ങോട്ടേക്ക് VC പ്രവീണിൻ്റെ നിയമലംഘനങ്ങളാണ് നമ്മൾ ഒന്നൊന്നായി തുറന്നു കാട്ടിയത്. ആദ്യം മടിച്ചു നിന്ന വിദ്യാഭ്യാസ വകുപ്പ് പിന്നീട് മന്ത്രി തന്നെ വിഷയത്തിൽ നേരിട്ടിടപെടുന്നു. നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. അതിന് പിന്നാലെ പോലീസിന് FIRകൾ എടുക്കേണ്ടി വരുന്നു. നിലവിൽ 15 FIRകളാണ് 3 പോലീസ് സ്റ്റേഷനുകളായി രജിസ്റ്റർ ചെയ്തത്. അതിൽ 4 FIRകളിലാണ് ആദ്യം കയ്പമംഗലം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. അതിലും അറസ്റ്റ് ചെയ്യുന്ന നടപടി തുടരുകയാണ്. 14 ദിവസത്തെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് അടുത്ത 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് നീട്ടിയിരിക്കുകയാണ്. അരുൺ, ഇതൊരു നിർണായകമായ നീക്കമാണ്. കാരണം തട്ടിപ്പുകാരനെന്ന് നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തി. ഒടുവിൽ റിപ്പോർട്ടർ വാർത്താ പരമ്പരയിലൂടെ സമൂഹമാകെ ശ്രദ്ധിക്കുന്ന ഒരു വാർത്തയായി വന്നപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് ശക്തമായി ഇടപെടേണ്ടി വന്നു. അങ്ങനെയാണ് കൂരിക്കുഴി, മച്ചാട്, പള്ളിക്കൽ സ്കൂളുകളുടെ മാനേജർ സ്ഥാനത്ത് നിന്ന് ഇയാളെ അയോഗ്യനാക്കുന്നത്. ഇനി ആ സ്കൂളിൽ ഇദ്ദേഹത്തിന് അധികാരമില്ല. ഇത് LP UP സ്കൂളുകൾ AEOയും അതുപോലെ തന്നെ അതിന് മുകളിലുള്ള സ്കൂള് DEOയും ഏറ്റെടുക്കും. അതിൻ്റെ ഉത്തരവാണ് ഇനിയിപ്പോൾ വരാനുള്ളത്. എന്തായാലും ഇപ്പോഴാണ് നമ്മുടെ വാർത്ത ഫലം കണ്ടിരിക്കുന്നത്. സമൂഹത്തെ നിരവധി ആളുകളെ പറ്റിച്ച ഒരു കള്ളൻ ഒടുവിൽ വലയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു TV പ്രസാദ്. അങ്ങനെ പ്രസാദിൻ്റെ നമ്മുടെ SIT ടീമിൻ്റെ ഒരു വാർത്ത കൂടി ഫലം കാണുകയാണ്. VC പ്രവീൺ മാനേജരായിരുന്ന 3 സ്കൂളുകളുടെയും ചുമതല ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂരിച്ചുഴി, മച്ചാട്, പള്ളിക്കൽ എന്നീ സ്കൂളുകളുടെ മാനേജർ സ്ഥാനത്ത് നിന്നും VC പ്രവീണിനെ മാറ്റിയിരിക്കുന്നു. റിപ്പോർട്ടർ തുടർച്ചയായി VC പ്രവീണിൻ്റെ കള്ളക്കളികൾ റിപ്പോർട്ട് ചെയ്യുകയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നടപടി.